ഓം ശാന്തി. നമ്മുടെ യോഗത്തെ കൂടുതൽ കൂടുതൽ രമണീയമാക്കുവാനുള്ള ഒരു യുക്തിയാണ് ബാബയുടെ മഹിമകൾ എന്തൊക്കെയാണ്. ആ മഹിമകളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മഹിമയോടുകൂടി ബാബയോട് നമുക്ക് വളരെ ദീർഘസമയം ബാബയുടെ ഓരോ മഹിമകളെയും മനനം ചെയ്ത് അതിന്റെ ആഴങ്ങളിലേക്ക് പോയി കൂടുതൽ സമയം യോഗയുക്തമായിരിക്കാൻ സാധിക്കും. അതിനൊരു യുക്തിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ശിവബാബയുടെ ധാരാളം മഹിമകൾ അറിയാം. ഭക്തിയിലും ശിവഭഗവാന് ധാരാളം മഹിമകൾ പറയുന്നുണ്ട്. തികച്ചും വ്യത്യസ്തമായ ചില മഹിമകളാണ് നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഭക്തരോട് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഭഗവതിയുടെ മഹിമകൾ എന്തൊക്കെയാണ്? 16 മഹിമകൾ നമ്മൾ പഠിച്ചു. ഇനി പഠിക്കുന്ന അടുത്തൊരു മഹിമയാണ് ലിബറേറ്റർ. ലിബറേറ്റർ ഭക്തിയിലും ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ഒരു മഹിമയാണ് ലിബറേറ്റർ, അതായത് രക്ഷകൻ. ഈ ലോകത്തിലെ എല്ലാ പ്രകാരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നത്. സേവിയർ എന്നും വിളിക്കാറുണ്ട് അല്ലെ? സേവിയർ, രക്ഷകൻ എന്നർത്ഥത്തിൽ. ലിബറേറ്റർ എന്ന് വിളിക്കുന്നതിന് തുല്യമായൊരു പദമാണ് ക്രിസ്ത്യൻ ധർമ്മത്തിൽ ഭഗവാനെ സേവിയർ എന്ന് സംബോധന ചെയ്യാറുണ്ട്. ലിബറേറ്റ് ചെയ്യുന്നു, എന്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു? അതാണ് ചോദ്യം. ദുഃഖത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ശിവബാബയുടെ മറ്റൊരു മഹിമയാണ് രൂഹാനി പണ്ഡ, ആത്മീക വഴികാട്ടി അല്ലെങ്കിൽ ഗൈഡ് അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ. സ്പിരിച്വൽ ഗൈഡ്, സ്റ്റേഷൻ മാസ്റ്റർ എന്ന് ഒരു മഹിമ കൂടി ശിവബാബയ്ക്കുന്നു. റുഹാനി പണ്ഡ, പണ്ഡ എന്നാൽ വാക്കിനർത്ഥം വഴി കാണിച്ചു കൊടുക്കുന്നയാൾ. പരംധാമം അഥവാ മുക്തിധാമത്തിലേക്കും സ്വർഗം അഥവാ ജീവൻ മുക്തിധാമത്തിലേക്കും വഴി പറഞ്ഞു കൊടുക്കുന്ന ആൾ. ആത്മീക യാത്രയിൽ നമുക്ക് വേണ്ടുന്ന ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ആള് ഗൈഡ്. ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രധാനിയായ ആള് അവർക്കെപ്പോഴും വഴി കാട്ടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എവിടേക്ക് പോകണം, എവിടേക്ക് പോകരുത്. ഗൈഡ് എപ്പോഴും മുമ്പിൽ നടക്കും, നമ്മളെ ലീഡ് ചെയ്യും. എന്നിട്ട് ആ പോകുന്ന സ്ഥലത്തെ കുറിച്ചെല്ലാം വ്യക്തമായൊരു വിവരണം നമുക്ക് നൽകും. നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ്, ആ സ്ഥലം ധാരാളം സീനറീസ്, കാഴ്ചകൾ കാണാൻ, സൈറ്റ് സീയിങ് ഉണ്ട്. പക്ഷെ നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യാത്രയിൽ ഒരു ഗൈഡിനെ കൂടെ വെക്കും. ആ ഗൈഡ് നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ആ സ്ഥലത്തിന്റെ പ്രത്യേകത, അതിന്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രാധാന്യം, അതിൽ പങ്കെടുത്തുള്ള ആ വ്യക്തികൾ എല്ലാം പറഞ്ഞു തരും. അതുപോലെ ശിവബാബയും നമ്മൾ കുട്ടികൾക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നു. മാത്രമല്ല ഈ യാത്രയിൽ നമുക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇനി മറ്റൊരു മഹിമയാണ് നമ്പർ 1 ട്രസ്റ്റി. നമ്പർ 1 ട്രസ്റ്റി ശിവബാബ നമ്മൾക്ക് പറയാറുണ്ട്, നിങ്ങളൊക്കെ ട്രസ്റ്റി ആകണം. നമുക്കുള്ളതെല്ലാം ബാബയ്ക്ക് കൊടുത്തിട്ട് ബാബയെ നമ്മുടെ
എന്താണ് അനന്തര അവകാശിയാക്കി മാറ്റി നമ്മൾ അതിനെല്ലാം ട്രസ്റ്റി ആയിരിക്കണം. തിരിച്ച് ബാബ ഇവര് ട്രസ്റ്റിയാണ്. നമ്മൾ എന്തെല്ലാം ബാബയ്ക്ക് കൊടുക്കുന്നു? ബാബ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട, ഞാൻ തികച്ചും അനാസക്തനാണ്. എന്തുകൊണ്ട്? ഭക്തിയിൽ ശിവബാബയ്ക്ക് ഒരു മഹിമയുണ്ട്, അഭോക്താവ്. അഭോക്താവ് അഭോക്താവായ കാരണത്താൽ ഒന്നിനോടും ആസക്തി പാടില്ല. അപ്പൊ നമ്മൾ ഈ സമയത്ത് തന്മന്ധൻ എന്തെല്ലാം ശിവബാബയിൽ സമർപ്പണം ചെയ്യുന്നു, ബാബ അതെല്ലാം നിധികാക്കുന്ന ഭൂതത്തെ പോലെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതിൽ ഒന്നും ശിവബാബ സ്പർശിക്കില്ല, തൊടുക പോലുമില്ല. കാരണം അന്യന്റെ മുതലാണ്. കുറച്ച് ആളുകൾ, കുറച്ച് കുട്ടികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സാധനമാണ്. അവർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം. അത് കുറഞ്ഞുപോയ അവർ ചോദിക്കും, ബാബ ഇതെന്ത് പണിയാ കാണിച്ചത്? താങ്കളല്ലേ പറഞ്ഞത് ഞാനെല്ലാം സൂക്ഷിച്ചോളാം, എനിക്ക് എന്ന് മടക്കി തരാമെന്ന്. പക്ഷെ തന്ന സാധനം മൊത്തം ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ബാങ്കിൽ ലോക്കൽ കൊണ്ട് സാധനം വെച്ചു, എടുക്കാൻ ചെല്ലുമ്പോൾ പകുതിയേ ഉള്ളൂ. നമ്മൾ സമ്മതിക്കുമോ? വെച്ച സാധനം അതുപോലെ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ ശിവബാബയുടെ ലോക്കറിലേക്ക്, ഈശ്വരീയ ബാങ്കിലേക്ക് നമ്മൾ എന്താണോ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, ഡിപ്പോസിറ്റ് അല്ല സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, ആ വസ്തു അത് അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കിട്ടുകയും ചെയ്യും, ഒട്ടും കുറയാതെ തന്നെ. ശിവബാബ നമ്പർ 1 ട്രസ്റ്റിയാണ്. ട്രസ്റ്റ് അവർക്ക് എന്താണ്? ട്രസ്റ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആസക്തി ഉണ്ടാകാൻ പാടില്ല. എന്നെ ഒരാള് ഒരു വീടും സ്ഥലവും ഒക്കെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോവുക, ഞങ്ങൾ വരുന്നവരെ നോക്കിക്കോണം, ഞങ്ങൾ സ്ഥലത്തില്ല, കാര്യസ്ഥനായിട്ട് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഒരിക്കൽ പോലും ആ സ്ഥലത്തിനോടോ ആ വീടിനോടോ എനിക്ക് ആസക്തി വരാൻ പാടില്ല. എന്റെ തല്ല. അപ്പൊ ട്രസ്റ്റിയുടെ ഏറ്റവും വലിയ വിശേഷതയാണ് അനാസക്ത വൃത്തി, ആസക്തി ഇല്ലാതെ വെക്കുക. അതുപോലെ നമ്മൾ ശിവബാബയെ ട്രസ്റ്റിയാക്കുമ്പോൾ നമ്മുടെ സ്വത്തിനും ശിവബാബയ്ക്കും ആസക്തിയില്ല. ശിവബാബ നമ്മളെ ഏൽപ്പിക്കുമ്പോഴോ നമുക്കും അതിനകത്ത് ആസക്തിയില്ല. അനാസക്തമായ ഭാവത്തിൽ എല്ലാം കൈകാര്യം ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അനാസക്ത ഭാവത്തിൽ ഒന്നിനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിനോട് അറ്റാച്ച്മെന്റ് വരില്ല, അതിന് നമുക്ക് വിധേയത്വം, ഈൽഡിങ് മെന്റാലിറ്റി വരില്ല, അതുകൊണ്ട് തന്നെ നിരാശയും വരില്ല. അത്രയേ ഉള്ളൂ. ഒരു മാനേജർക്ക് ഒരു കാര്യത്തിന് എന്ത് സംഭവിച്ചാലും എന്താ, തന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യുന്നു, ബസ് അത്ര ഒന്നുമില്ല. കൂടുതലായിട്ട് എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലേ? എന്തിനെ ഉടമസ്ഥനില്ലാത്ത ടെൻഷൻ എന്തിനാണ് കാര്യസ്ഥന് എടുക്കേണ്ടത്? ഒരാൾ പറയും നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താൽ മതി, കൂടുതൽ ഇങ്ങോട്ടും സംസാരിക്കണ്ട എന്ന് മാത്രമേ ഉടമസ്ഥൻ പറയുള്ളൂ. അതുകൊണ്ട് ആ പറച്ചിൽ പറയുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഉണ്ടാതിരിക്കുക. എല്ലാം ഏൽപ്പിച്ച ജോലി എന്താണോ അത് മാത്രം കൃത്യമായി ചെയ്യുക. അതിനപ്പുറം ഒന്നിനോടും ആസക്തി ഇല്ലാതിരിക്കുന്ന അവസ്ഥ. ശിവബാബ നമ്പർ 1 ട്രസ്റ്റിയ. ഇനി അടുത്തൊരു വിശേഷത, സർവോദയ ലീഡർ. ശിവബാബ സർവോദയ ലീഡർ, എല്ലാവരുടെ മേലും ദയ കാണിക്കുന്നത്. അത് ഓൾ മേഴ്സി ലീഡർ. ഓൾ മേഴ്സി ലീഡർ. ഓൾ മേഴ്സി ലീഡർ. He is merciful towards all souls of the world, including nature. പ്രകൃതി ഉൾപ്പെടെ എല്ലാ ആത്മാക്കളുടെ മേലും ഒരേപോലെ കരുണ കാണിക്കുന്നവർ. ആത്മാക്കളോട് മാത്രമല്ല, ജീവാത്മാക്കളോട് മാത്രമല്ല, പ്രകൃതിയിലെ സസ്യലതാദികളോടും പക്ഷിമൃഗാദികളോടും 7 പഞ്ചതത്വങ്ങളോട് പോലും ശിവബാബയ്ക്കുള്ള സമീപനം, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദയയുടേതാണ്. ശിവബാബ നോക്കുമ്പോൾ കണ്ടെന്താ? പ്രകൃതിയും തമ്മ പ്രധാനമായി. ബാബായി മക്കളെ നിങ്ങൾ അതുകൂടി സേവ ചെയ്യും, നിങ്ങളുടെ ശക്തികൾക്ക് അവിടെ കൂടി കൊടുക്കും, സകാശ് കൊടുക്കും, വൈബ്രേഷൻ കൊടുക്കും. എന്തുകൊണ്ട്? അവരും ഇന്ന് തമോ അവസ്ഥയിൽ എത്തിയിരിക്കുക. അവരെ ഒന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ? സർവോ ദയ ലീഡർ, സർവരുടെ മേല് ദയ കാണിച്ച് എല്ലാവരെയും ലീഡ് ചെയ്യുന്ന ആളാണ് ലീഡർ. സർവോദയ, സർവരോട് ദയ. സർവ എന്ന വാക്കിൽ എന്തുണ്ട്? ഓൾ, ഇൻക്ലൂഡിങ് ഓൾ. പ്രകൃതി സഹിത വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളും അതിനകത്ത് ഉൾപ്പെടുന്നു.
അല്ലെങ്കിൽ മനുഷ്യാത്മാക്കളോട് മാത്രമല്ല ശിവബാബ കരുണ കാണിക്കുന്നത്, എല്ലാ ജീവികളോടും എല്ലാ ആത്മാക്കളോടും ബാബ കരുണ കാണിക്കും. അതുകൊണ്ടാണ് ബാബ എപ്പോഴും ഉള്ളിൽ പറയും, ലോകത്തിൽ ഒരു മനുഷ്യനെ സർവോദയ ലീഡർ എന്ന് വിളിക്കാൻ പറ്റുമോ? കുറച്ചു പേരുടെ ദയ കാണിക്കാനൊക്കെ പറ്റുള്ളൂ. ഈ ലോകത്തിലെ മുഴുവൻ ആത്മാക്കളോടും ദയ കാണിക്കാനൊക്കെ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പഞ്ചതത്വങ്ങളോട് ദയ കാണിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിനോടും ദയ കാണിക്കാനുള്ള റൈറ്റ് ശിവബാബയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സർവോദയ ലീഡർ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു മഹിമയാണ് ഗരീബ് നിവാസ്. മിക്കവാറും അല്ല സാധാരണമാണിതെല്ലാം ബാബ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗരീബ് നിവാസ്. ഏഴകളുടെ തോഴൻ എന്നറിയപ്പെടും. നമ്മള് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു കാവ്യം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എരിവെയിലത്തും പെരുമഴയത്തും ഒരു ഭാഗം പറഞ്ഞാൽ പദ്യം മറന്നുപോയി. പഠിക്കുന്ന സമയത്ത് നന്നായി പിടിച്ചൊരു പദ്യമായിരുന്നത്. ശരിക്കുള്ള ദൈവത്തെ കാണണമെങ്കിൽ അമ്പലത്തിലെ ശ്രീകോവിലല്ല പോകേണ്ടത്. പകരം എരിവെയിലത്തും മഴയത്തും എല്ലാം കഷ്ടപ്പെട്ട് വിയർത്ത് ഒലിച്ച് അല്ല കഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾക്കിടയിൽ എപ്പോഴും ദൈവം ഒരു കൂടെ ഉണ്ടാവും. ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചിത്രം കാണാനിടയായി. ഒരു കൊച്ചുകുട്ടി റോഡില് കടത്തിണ്ണയിൽ ഇങ്ങനെ മഴയെല്ലാം പെയ്ത് അഴുക്കും വെള്ളമെല്ലാം ഒഴുകുന്ന ഓടയിൽ ഇങ്ങനെ കുഞ്ഞു കിടക്കുകയാണ്. ആരും അവന്റെ കൂടെ ഇല്ല. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ കുഞ്ഞിന്റെ അടുത്ത് പോയി കൂടെ ചേർന്ന് കിടക്കുന്നൊരു പടം. അവൻ പട്ടുമത്തിൽ കിടക്കാൻ പോയില്ല. പണക്കാട് ഏത് റൂമിൽ കിടക്കാൻ ഭഗവാൻ പോയില്ല. പിന്നെ അവിടെ കിടക്കും കടത്തിന് കിടങ്ങുന്ന ഏഴകളുടെ കൂടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാനെ കെട്ടിപ്പിടിച്ച് കിടക്കും. നമ്മളത് വിഷ്വലൈസ് ചെയ്തു. ആ പിക്ചർ ഏറ്റവും ദരിദ്രനായ ഒരു ബാലൻ റോഡരികിൽ ആരോഗ്യമില്ലാതെ കിടക്കുമ്പോൾ സ്വർണ്ണ കിരീടമെല്ലാം വെച്ച് 10 വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന കൃഷ്ണൻ ആ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് ചെറുവെള്ളത്തിലെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ എങ്ങനെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുക, അതേപോലെ ഭഗവാൻ ആ കുഞ്ഞിന്റെ കൂടെ കിടന്നുറങ്ങുന്ന ആ പടം കാണുമ്പോ എന്തോ ഒരു സുഖമാണ്. ശരിയല്ലേ? വിഷ്വലൈസ് ചെയ്ത് നോക്കുക ആ പിക്ചർ. എനിക്ക് കണ്ടപ്പോൾ വല്ലാത്ത ഫീലിങ്സ് ഉണ്ടായി. നല്ലൊരു ഫീലിങ്സ് തോന്നി. ഓ ഭഗവാൻ ഇങ്ങനെയാണല്ലോ. ഇതാണ് ഏഴകളുടെ തോഴൻ, സൃജനപാലകൻ. സൃജനപാലകൻ, സാധുക്കളെ പരിപാലിക്കുന്നവൻ. അപ്പോ രവീന്ദ്രനാഥ ടാഗോർ ആ പറഞ്ഞ ആ പദ്യത്തിന്റെ ഭാഗം എത്ര ശരിയാണ്. ആ ഒരു പിക്ചറിലൂടെ നമുക്ക് ഇത് വേറൊരു പടമല്ലേ, ആയിക്കോട്ടെ അയാളുണ്ടാവും. അതൊരു പടമാണെങ്കിൽ പോലും അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലത് ടച്ച് ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഈ സംഗമയത്തിൽ ബാബ നമ്മൾ അതുപോലെ കെയർ ചെയ്യുന്നുണ്ട്. ആ പടത്തിൽ കാണിക്കുന്ന ബാലൻ ആരാ? മറ്റാരും ഞാൻ തന്നെയാണത്. ആ പടം കാണുമ്പോൾ ഒരു പിക്ചർ കാണുമ്പോൾ അതിലൂടെ ഫീലിങ്സ് വരുന്നുണ്ടെങ്കിൽ ആ പടവും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഇപ്പൊ ചില ആളുകൾ സിനിമ കണ്ട് കരയാറില്ല. സിനിമയിൽ ചില രംഗങ്ങൾ കാണുമ്പോൾ എന്തെന്താ അവരുടെ ജീവിത അനുഭവമാണ് കാണുന്നത്. അറിയാതെ കരഞ്ഞു പോകരുത്. ചില പാട്ട് കേൾക്കുമ്പോൾ കരയാറില്ലേ? തേങ്ങി തേങ്ങി കരയിൽ. എന്തുകൊണ്ടാ? അവരുടെ ജീവിത അനുഭവമാണത്. വേറൊരു സിനിമയല്ലേ, ഒരു പാട്ടല്ലെന്ന് കേൾക്കുന്നവർക്ക് പറയാം. പക്ഷെ ചില ആളുകൾക്ക് അത് അവരുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് ചില പടം കാണുമ്പോൾ നമുക്ക് ആ പടത്തോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് തോന്നുന്ന കാരണം. എന്തുകൊണ്ട്? ഭഗവാൻ ഗരീബ് നിവാസ്, ഏഴകളുടെ തോരൻ, ദരിദ്രരുടെ കൂട്ടുകാരൻ. ബാബ എപ്പോഴും പുള്ളി പറയാറുണ്ട്, ദരിദ്രന്റെ 1 രൂപയും പണക്കാരന്റെ 1000 രൂപയും ഭഗവാൻ മുച്ചലിയെ സമാനം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും ഈക്വലാണ്. പൂജ്യങ്ങളുടെ എണ്ണം ഭഗവാൻ നോക്കുന്നില്ല, 1 മാത്രമേ കാണുള്ളൂ. പൂജ്യങ്ങളാണല്ലോ കൂടുന്നത്, 1ഉം 10ഉം 100ഉം ഒക്കെ ആകുന്നത് പൂജ്യങ്ങളാണ്. എനിക്ക് 0 കാണണ്ട. ആ 1 മാത്രം നോക്കുമ്പോൾ എല്ലാം സെയിം ആയില്ലേ? 10ല് 1 എടുക്കും, 0 വേണ്ട. 100ല് 2 0 വേണ്ട, 1 എടുക്കും. 1000ല് 3 0 വേണ്ട, 1 എടുക്കും. 10,000ല് 4 0 വേണ്ട, 1 എടുക്കും. എന്തുകൊണ്ട്? ഏകത്തെ സാമ്യത്തെ, ഒന്നിനെ കൂടെ വയ്ക്കുന്നുണ്ട്. 1 മാത്രമേ ബാധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവർക്കും ഈക്വൽ. ഇനി ഭഗവാന്റെ മറ്റൊരു മഹിമയാണ് ഖിവയ്യ. ഖിവയ്യ എന്നാൽ തോണിക്കാരൻ, ബോട്ട്മാൻ അല്ലേ? ബോട്ട്മാൻ. തോണിക്കാരൻ എന്നറിയപ്പെടും. അതാണ് തോണിക്കാരൻ.
തോണിക്കാരൻ? ആ ശരീരം അഥവാ ആത്മാവാകുന്ന ഈ തോണിയെ ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക്, വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് തുഴഞ്ഞു കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ ജീവിതം കിടക്കുക ദുഃഖത്തിന്റെ നടുക്കയത്തിൽ കയ്യും കാറ്റടിക്കുന്ന മനുഷ്യന്റെ ഇടയിലേക്ക് ഭഗവാൻ വന്നിട്ട് പറയും നീന്താൻ പറയും. നീന്താൻ പഠിപ്പിക്കുന്നു. ജീവിതമാകുന്ന തോണിയെ മറുകരയെത്തിക്കുന്നു. ആത്മാവാകുന്ന തോണിയെ മറുകരയെത്തിക്കുന്നു. എവിടെ നിങ്ങോട്ടാ? ദുഃഖധാമത്തിൽ നിന്ന് സുഖധാമത്തിലേക്ക്, അല്ലെങ്കിൽ വിഷയസാഗരത്തിനും ക്ഷീരസാഗരത്തിലേക്ക്. കിവയ്യ ഓ ബോട്ട് മാൻ. പിന്നെ അടുത്തത് ഭാഗവാൻ. ഭാഗവാൻ എന്നാൽ പൂന്തോട്ടക്കാരൻ, അല്ലേ? പൂന്തോട്ടക്കാരൻ. മാസ്റ്റർ ഓഫ് ഗാർഡൻ. മാസ്റ്റർ ഓഫ് ഗാർഡൻ, പൂന്തോട്ടം നോക്കുന്ന ആള്. അപ്പൊ പൂന്തോട്ടക്കാരന്റെ പ്രത്യേകത എന്താണ്? പൂന്തോട്ടക്കാരൻ എപ്പോഴും തന്റെ ഗാർഡനിലുള്ള ഓരോ ചെടികളെ കുറിച്ചും വളരെയധികം കോൺഷ്യസ് ആയിരിക്കും. ഒരു ചെടി പോലും മാറിപ്പോകരുത്, ഒരു ചെടി പോലും കരിഞ്ഞു പോകരുത്, ഒരു ചെടി പോലും പുഴുക്കുത്തുണ്ടാവരുത്. ശരിയായ സമയത്തിന് വെള്ളം ഒഴിക്കണം, സമയാസമയം വളമിടണം. ഒരു മാതാപിതാ കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാ? ഒരു ചെടി വളർത്തുന്ന പോലെയല്ലേ? വളമിടണം, വെള്ളം ഒഴിക്കണം, പുഴുക്കുത്ത് വന്ന് കൊണ്ടിക്കളയണം, വാടാതെ നോക്കണം, വളരാതെ നോക്കണം, കരിയാതെ നോക്കണം, ഒടിയാതെ നോക്കണം. അതൊരു കൊച്ചു കുഞ്ഞിനെ മാതാപിതാക്കൾ എങ്ങനെ പരിപാലിക്കുന്നോ അതേ മെത്തേഡ് തന്നെയാണ് ഒരു ഗാർഡനർ, ഒരു പൂന്തോട്ടക്കാരൻ അവിടുത്തെ ചെടികളെ പരിപാലിക്കുന്നത്. ഇവിടെ ആത്മാവാകുന്ന ആ ചെടികളെ നല്ലതുപോലെ പരിപാലിച്ച് നല്ല പൂന്തോട്ടം, അതിൽ ധാരാളം പുഷ്പങ്ങൾ നിറയ്ക്കണം. പുഷ്പങ്ങൾ എന്താണ്? ഗുണങ്ങളാണ്. ആത്മാവിനെ ബാബ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലിച്ച് പാലിച്ച് അതിൽ ഓരോരോ ഗുണങ്ങളാകുന്ന പുഷ്പങ്ങൾ ഇങ്ങനെ വിടർന്ന് വിടർന്ന് വന്നു കഴിയുമ്പോൾ അങ്ങനെ ചെടി എങ്ങനെ ഇരിക്കും? കനത്ത ഭംഗിയ. സാധാരണ ഒരു ചെടിയില് ഒരേ നിറത്തിലുള്ള പൂക്കളെ ഉണ്ടാവുള്ളൂ, അല്ലേ? ചുവന്ന റോസ് ചെടിയിൽ എല്ലാ റോസപ്പൂ, ഇഷ്ടം പോലെ റോസപ്പൂ വന്നാലും എല്ലാ റോസപ്പൂവും ചുവന്നതായിരിക്കും. മഞ്ഞയാണെങ്കിൽ എല്ലാം മഞ്ഞയായിരിക്കും, മജന്തയാണെങ്കിൽ എല്ലാം മജന്തയായിരിക്കും. പക്ഷെ ഈ ചെടി അങ്ങനെയല്ല. ഒരു ചെടിയിൽ തന്നെ വെറൈറ്റി ഫ്ലവേഴ്സ്, പല നിറത്തിലുള്ള പൂക്കളാണ് ഈ ചെടിയിൽ ഉണ്ടാവുക. മാത്രമല്ല മുള്ളിനെ പൂവാക്കി മാറ്റും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ഭഗവാൻ ബബുളാനാഥൻ കൂടിയാണ്, അതുകൊണ്ടാണ് മുള്ളിനെ പൂവാക്കി മാറ്റുന്നത്. അപ്പം നല്ലൊരു പൂന്തോട്ടക്കാരനാണ് ശിവബാബ. പിന്നെ അടുത്തൊന്നാണ് വൃക്ഷപതി. വൃക്ഷപതി, വൃക്ഷപതി എന്നുള്ള വാക്കാണ് പിന്നെ നമ്മൾ ബൃഹസ്പതിയായിട്ട് ഉപയോഗിക്കുക. അത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ ബീജം, മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ ബീജം, അതായത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ പതി. ആ വൃക്ഷം എങ്ങനെയാണ്, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, എപ്പോ വരെ ഉണ്ടായിരിക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? ആ ബീജമാണ്. അതുകൊണ്ട് വൃക്ഷപതി എന്ന പേര് ശിവബാബയുടെ മഹിമയായിട്ട് കണക്കാക്കും. അടുത്തൊരു മഹിമയാണ് ഷഹൻഷാ. ഷഹൻഷാ അല്ല സച്ചാ പാദ്ഷാ. ചില മുള്ളുകളിൽ മാത്രം ഭാവിക്കുന്ന വാക്കാണിത്. ഷഹൻഷാ, എംപറർ, സച്ചാ പാദ്ഷാ, ട്രൂ എംപറർ, യഥാർത്ഥ അധികാരി, ശരിയായിട്ടുള്ള അധികാരി. ഷഹൻഷാ എന്ന് പറഞ്ഞാല് വളരെ ഗുപ്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആള്, വളരെ സീക്രട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എല്ലാവരെയും സത്യമാക്കിയാണ് സത്യം. സച്ചാ പാദ്ഷാ, സച്ചാ പാദ്ഷാ എല്ലാവരെയും സത്യമുള്ളവരാക്കി മാറ്റുന്നു. സത്യമായ ദേശത്തിന്റെ ബാദഷാ, അധികാരിയാക്കി മാറ്റുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഗുപ്തമായി ചെയ്തുകൊണ്ട് എല്ലാവരെയും നല്ലവരാക്കുകയും ഒരു നല്ല ലോകത്തിന്റെ അധികാരിയാക്കി തന്റെ മക്കളെ മാറ്റുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഷഹൻഷാ, സച്ചാ പാദ്ഷാ എന്നെല്ലാം മഹിമ ശിവബാബയ്ക്ക് കൊടുക്കുന്നത്. ഈ ഇടയ്ക്കൊക്കെ സാധാരണ വരുന്നൊരു പോയിന്റാണ്, അത് എപ്പോഴും വരാറില്ല, ഇതിലും ചിലപ്പോൾ വരുന്നൊരു ഷഹൻഷാ. ദെൻ അടുത്ത മഹിമയാണ് ശ്രീ ശ്രീ 108 ജഗദ്ഗുരു. ശിവബാബയുടെ മഹിമ ശ്രീ ശ്രീ 108 ജഗദ്ഗുരു.
കാരണം ശിവബാബയാണ് 108 വിജയി രത്നങ്ങളുടെ മാല ഉണ്ടാക്കുന്നത്. 108 വിജയി രത്നങ്ങളുടെ മാല ഉണ്ടാക്കുന്നത് ശിവബാബയാണ്. മാത്രമല്ല മുഴുവൻ ജഗത്തിനും സദ്ഗതി ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ജഗത്തിലുള്ള മാറ്റത്തിന് വിധേയമായ നിധിയായിരിക്കുന്ന ഈ ലോകത്തിൽ കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ആ സത്യദേശത്തേക്ക്, അതായത് യഥാർത്ഥ വീടായ പരംധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ സദ്ഗതി ചെയ്യുന്നത് കൊണ്ട്, ജഗത്തിന് സദ്ഗതി കൊടുക്കുന്നത് കൊണ്ട് സദ്ഗുരു. ആ സദ്ഗുരു ആരാണ്? ശ്രീ ശ്രീ 108. എന്തുകൊണ്ട്? 108 വിജയി രത്നങ്ങളുടെ മാല കൊടുത്തവനായതുകൊണ്ട്. ഈ ശിവബാബയുടെ മറ്റു മഹിമയാണ് രാമൻ. ശ്രീരാമനല്ല, രാമൻ. അതായത് ഭ്രഷ്ടാചാരിയായിരിക്കുന്ന ഒരു ലോകത്തെ ശ്രേഷ്ഠാചാരിയാക്കി മാറ്റുന്നു. രാമ രാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. രാമൻ എന്ന വാക്കിന്റെ മറ്റൊരു മീനിങ് രമിപ്പിക്കുന്നവൻ എന്നർത്ഥമുണ്ട്. രമിപ്പിക്കുന്നവൻ, രമിപ്പിക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കുക, എൻജോയ്മെന്റ് നൽകുന്നു. എൻജോയ് 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 പറയത്തില്ല, നിങ്ങൾ തുള്ളു, ഡാൻസ് കളിക്കുക, പാട്ട് പാട്, എൻജോയ് ചെയ്യും, ആർത്ത് ചിരിക്കൂ, കൈകൊട്ടു എന്നൊക്കെ പറയും, തുള്ളിച്ചാടും എന്നൊക്കെ നമ്മൾ കണ്ട് ചില ആളെ എൻജോയ് ചെയ്യിക്കാറില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തെ എൻജോയ് ചെയ്യിപ്പിക്കുന്നയാള്, രമിപ്പിക്കുന്നവൻ. അതെന്താ പറയാ? നിങ്ങള് ഖാവോ, പിയോ, നാച്ചോ, ഗാവോ. നിങ്ങൾ ആഹാരം കഴിക്കണം, കുടിക്കണം, പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം. എന്തുകൊണ്ടാ? നിങ്ങളുടെ ജീവിതം എപ്പോഴും വളരെയധികം എൻജോയബിൾ ആയിരിക്കണം, എൻജോയബിൾ മൂഡിലായിരിക്കണം. എപ്പോഴും എല്ലാത്തിനോടും വിരക്തി കാണിച്ച് ഒതുങ്ങി ഒരു മൂലയ്ക്ക് കയറിയിരിക്കുന്ന ഒരു വരണ്ട സന്യാസമല്ല ശിവബാബ പഠിപ്പിക്കുന്നത്. പിന്നെയോ എൻജോയ് യുവർ ലൈഫ്. സത്യത്തിൽ നോക്കൂ, എല്ലാ ദേവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ചിരിച്ചിട്ട് ഇരിക്കുകയാണ്, എല്ലാവരും പാട്ട് പാടുന്നുണ്ട്. കാരണം അവരുടെ ജീവിതം പാട്ട് പോലെ എന്താണ്? താളാത്മകമാണ്, നൃത്തം പോലെ താളാത്മകമാണ്. അതുകൊണ്ടാണ് ഭാഗവതത്തിലും രാസലീലയ്ക്ക് വല്ല പ്രാധാന്യമുണ്ട്. രാസലീല, ലീല എന്നാൽ കളി. ഈ സംഗമയിൽ ശിവബാബ നമുക്ക് എത്രയേറെ കളി കളിക്കുന്നുണ്ട്. വെറൈറ്റീസ് ഓഫ് പ്ലേസ്. അതറിയണമെങ്കിൽ ശിവപുരാണം പോലെ പുസ്തകമാണ് ഹാലാസ്യ മഹാത്മ്യം. ഹാലാസ്യ മഹാത്മ്യത്തിനകത്ത് നമുക്ക് രാമലീല പോലെ ശിവലീല, ശിവപരമാത്മാവിന്റെ വ്യത്യസ്തമായ ലീലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹാലാസ്യ മഹാത്മ്യം. ബുക്ക് സ്റ്റാളിൽ കിട്ടുമെങ്കിൽ മേടിച്ചെന്ന് വായിച്ചാൽ നാം നഷ്ടം പോലെ കഥകളുണ്ട് അതിനകത്ത്. നല്ല രസമാണ് അത് വായിച്ചു പോകാൻ. ശിവലീല എന്നറിയപ്പെടുന്നത് ഒരിക്കലും ഒരു അവ്യക്തമായും ബാബ പറഞ്ഞു, ബാബ കളിക്കുന്ന വ്യത്യസ്തമായ ലീലകൾ കുട്ടികളോടൊത്ത്. ഈ സംഗമയുഗത്തിൽ ശിവബാബ കളിക്കാൻ വന്നിരിക്കുക കുട്ടികളുമായിട്ട്. വ്യത്യസ്തത കളി കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കളിയിലൂടെ പഠിപ്പിക്കും. കൊച്ചു സ്കൂളിലൊക്കെ അങ്ങനെ ടീച്ചേഴ്സ് എന്താ ചെയ്യാം? കുട്ടികളൊക്കെ കളിക്കും. കളിച്ചാണ് അവരെ പാഠങ്ങൾ പഠിപ്പിക്കുക. പൈസ കൊടുപ്പിക്കുക എങ്ങനെയാ? ടീച്ചറെ കുട്ടികളോട് ഡാൻസ് ചെയ്യും, ആക്ഷൻ കാണിക്കും, ആക്ഷൻ സോങ് എന്ന് പേരിടും. ആക്ഷൻ കാണിച്ചു കൊടുത്ത് പാട്ട് പാടും. അങ്ങനെ കുട്ടികളെ കൊണ്ട് പാട്ട് പഠിപ്പിക്കും. ശിവബാബ എന്താണ്? നമ്മളെ രമിപ്പിക്കുകയാണ്, ആനന്ദിപ്പിക്കുകയാണ്, സന്തോഷിപ്പിക്കുകയാണ്. എന്നിട്ട് ശ്രേഷ്ഠാചാരി ലോകത്തെ ശ്രേഷ്ഠാചാരിയാക്കി മാറ്റുന്നു. ആ ശ്രേഷ്ഠാചാരിയായിട്ടുള്ള ആളുകളുടെ, അതായത് രാമരാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. അവിടെ എല്ലാവരും സദാ രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മീൻസ് എപ്പോഴും വളരെ ഹാപ്പി ആയിരിക്കും. ഡൽഹിയുടെ ഹാപ്പി പീസ്ഫുൾ ലൈഫ്. എല്ലാവരും വളരെ സന്തുഷ്ടമായ, സന്തോഷകരമായ, ശാന്തിപൂർണമായ ജീവിതം ആസ്വദിക്കും. അതുകൊണ്ട് എല്ലാവർക്കും എന്താണ് ആ ഒരു എൻജോയ്മെന്റ്, ഉത്സാഹം, ഉണർവ്, ഉന്മേഷം ഇതെല്ലാം കൊടുത്ത് എല്ലാവരെയും സദാ രമിപ്പിക്കുന്നവനായതുകൊണ്ട് രാമൻ എന്ന് പേരിട്ടു. പിന്നെ മറ്റൊന്നാണ് ഉസ്താദ്. ഉസ്താദിന്റെ ജോലി എന്തുവാ? പഠിപ്പിക്കുക. ദ്രോണാചാര്യൻ എന്ത് ചെയ്തു? കൗരവരെയും പാണ്ഡവരെയും ആയോധന വിദ്യ പഠിപ്പിച്ചു. ശത്രുക്കൾ വന്നാൽ എങ്ങനെ അമ്പെയ്യണം, ഏതൊക്കെ അമ്പ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ അമ്പ് എപ്പോഴൊക്കെ ഉപയോഗിക്കണം, യുദ്ധത്തിലുള്ള അടവുകൾ പഠിപ്പിച്ചു. ഇപ്പൊ കരാട്ടെ പഠിക്കുമ്പോൾ നമ്മൾ അടവ് പഠിക്കണം, സ്റ്റെപ്സ് പഠിക്കണം. കളരി പഠിക്കുമ്പോൾ ചില അടവുകൾ പഠിക്കണം. പാട്ട് പഠിക്കുമ്പോൾ നമ്മൾ സ്വരസ്ഥാനങ്ങൾ പഠിക്കണം. ഡാൻസ് പഠിക്കുമ്പോൾ അടവ് പഠിക്കണം, ഇല്ലേ? അതുപോലെ യുദ്ധത്തിനും അടവുണ്ട്. 18 അടവെന്ന് കേട്ടില്ലേ? 18ാമത്തെ അടവെന്ന് കേട്ടിട്ടില്ലേ? എത്ര അടവുകൾ പഠിക്കണം?
അപ്പൊ ഉസ്താദായിരിക്കുന്ന ശിവബാബു വന്നിരിക്കുന്നത് നമ്മളെ ചില അടവ് പഠിപ്പിക്കാനാണ്. മായ ഏതൊക്കെ രീതിയിൽ വരാം, എങ്ങനെയൊക്കെ തടുക്കണം, മായ എങ്ങനെയൊക്കെ ഇടിക്കണം. ചിലപ്പോൾ പറയും മായ ഇടിച്ച് നിലത്തിടാൻ പറയും, അല്ലേ? ചിലപ്പോൾ മായ നിങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പറയും, തടുക്കാൻ പറയും. ചിലപ്പോൾ മായയെ ദൂരെ വെച്ച് തന്നെ മാറ്റിയൊടിക്കാൻ പറയും. അപ്പൊ അത് എങ്ങനെ ചെയ്യണം? യുദ്ധകർമ്മ സിക്കലാത്തേഹ്, യുദ്ധം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കും. അതുപോലെ തന്നെ ശിവബാബയുടെ മറ്റു വിശേഷമാണ് ധർമ്മരാജ്. ഇതല്പം പ്രശ്നമാണല്ലേ, ധർമ്മരാജ്. ഇത്രയും നേരം പറഞ്ഞതെല്ലാം വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണെങ്കിലും ഇനി വരാൻ പോണ ധർമ്മരാജ്, ധർമ്മത്തിന്റെ അധിപതി. അതിനപ്പുറത്ത് വേറൊരാളില്ല. മുഴുവൻ ലോ ആൻഡ് ഓർഡർ പുള്ളിയുടെ കയ്യിലാണ്. എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്ന ആളാണ് ധർമ്മരാജ്. അവിടെ നിന്നൊക്കെ ഭരണഘടന നോക്കൂ, ചില ഓഫീസേഴ്സ് ഒക്കെ ഭയങ്കര പക്ക അല്ലെ, കണിശക്കാരാണ്. ചില ഓഫീസുകളൊക്കെ അങ്ങനെ. ഇപ്പൊ മിലിറ്ററി, ഇവിടെ സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല ആർക്കും. അവിടെ എല്ലാവരെയും കാണുമ്പോൾ ശത്രുവിനെ പോലെ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അവിടുത്തെ സിസ്റ്റം അതാണ്. എല്ലാം ആ പറയുന്ന നിയമം അനുസരിച്ചല്ലാതെ ഒരു കാര്യം ചെയ്യില്ല. ഔട്ട്സൈഡേഴ്സിനൊക്കെ ക്യാമ്പിനകത്ത് കയറ്റുക പോലും ഇല്ല. ഇൻ കേസ് കയറണമെങ്കിലോ എന്തെല്ലാം ഫോർമാലിറ്റീസ്. അപ്പൊ നമ്മൾ ചില സമയത്തൊക്കെ മിലിറ്ററി ക്യാമ്പിലൊക്കെ ക്ലാസ്സിന് പോവാം. അപ്പൊ അവിടെ ചെന്ന് എന്തുമാത്രം ചെക്കിംഗ് ആണ്, ഭയങ്കര ചെക്കിംഗ് ആണ്. നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യും, മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യും, നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ A to Z ഓരോ സ്ഥലത്തിലും കൂടെ ഓരോരോ ചെക്കിംഗ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് അകത്ത് നിൽക്കുമ്പോൾ അവർ നമ്മുടെ അപ്പുറം ഇപ്പുറം നമ്മൾ നിൽക്കുകയും ചെയ്യും. നമ്മുടെ എന്തോ പറഞ്ഞു ചെയ്യുന്ന സമയത്ത് പൊക്കിയിട്ട് വിളിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു പാവക്കുറവ് കൂടെ വന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയും അവർ ചെയ്യില്ല. എന്തുകൊണ്ടാ? ലോ ആൻഡ് ഓർഡർ, നിയമവ്യവസ്ഥയാണത്. അപ്പൊ അവര് ആരെ കണ്ടാലും ഒരു എന്താ പറയുക, ഇവൻ ശാരനാണോ, ഇവൻ ശത്രുവാണോ, ആ ഒരു മൈൻഡ് കൊണ്ടേ അവര് നോക്കുള്ളൂ. ചില ഡിപ്പാർട്ട്മെന്റുകൾ അങ്ങനെയൊക്കെ, അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പബ്ലിക് ഡിപ്പാർട്ട്മെന്റുകളാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ ഒന്നിനും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അതുപോലെ ശിവബാബയും ധർമ്മനെ കട്ടക്ക് നിൽക്കും പക്ക. അവിടെ മധുരമായ മക്കളെ, ആ വിളിയൊന്നുമില്ല. ലാഡിലെ വെച്ച് ആ വിളിയൊന്നും അവിടെ വരില്ല. ശിവബാബയുടെ മുമ്പിൽ ആ സമയത്ത് ധർമ്മരാജന്റെ മുമ്പിൽ എല്ലാവരും ക്രിമിനൽസ് ആണ്, എല്ലാവരും കുറ്റവാളികളാണ്. അല്ല, കോടതി വരുന്നവരൊക്കെ ആരാണ്? ഏതെങ്കിലും കുറ്റവാളികളായിട്ട് അപ്പൊ ജഡ്ജി നോക്കുന്നവരൊക്കെ എന്തോ പ്രശ്നക്കാരാണ്. കോടതിയുടെ മര്യാദയ്ക്ക് പോയാലും കോടതി വരാറുണ്ട്. അപ്പൊ കോടതിയിൽ അവർ കയറുന്നുണ്ടെങ്കിൽ കേസ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഇവരെന്തോ നിയമങ്ങൾ തെറ്റിച്ച് കാണുമല്ലോ, മര്യാദ തെറ്റിച്ച് കാണുമല്ലോ. ഇപ്പൊ നമ്മുടെ ജയിലിൽ പോകുമ്പോൾ ഇഷ്ടം പോലെ ആൾ കിടക്കുന്ന കാണാം. നമുക്ക് അവരോട് ഒരു സോഫ്റ്റ്നെസ് വന്നാൽ പോലും ചിരിച്ചു നിൽക്കണം. എന്തുകൊണ്ട് ഇതിനകത്ത് വന്നു? എത്ര പേര് വെളിയിൽ നടക്കുന്നു. അപ്പൊ ഇത്രയും പേര് ജയിലിനകത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവർ മര്യാദയ്ക്ക് വിരുദ്ധമായി എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ചെറുതായിരിക്കാം, വലുതായിരിക്കാം, അതിവിടെ വിഷയമല്ല. മര്യാദ തെറ്റിച്ചോ? അതാണ് ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അവിടെ പ്രോബ്ലങ്ങളുണ്ട്. അപ്പൊ ധർമ്മരാജൻ എന്താ? എല്ലാ ആത്മാക്കളുടെയും കർമ്മങ്ങളുടെ കണക്ക് വയ്ക്കുന്ന ആളാണ്. കണക്ക് ശരിയായിട്ട് സൂക്ഷിച്ചിട്ട് ന്യായയുക്തമായ ഫലം നൽകും. വിട്ടുവീഴ്ച ആരോടുമില്ല, ഒന്നിലുമില്ല. കണക്ക് കൃത്യമായിരിക്കും. പിന്നെ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഇല്ല. ഇപ്പൊ നമ്മളൊക്കെ ആരായിരിക്കണം? ധർമ്മപുത്ര അല്ലെ, ധർമ്മപുത്ര. പണ്ടവൽ ആദ്യത്തെ ആളുടെ പേരെന്താണ്? ധർമ്മപുത്ര. ധർമ്മത്തിന്റെ പുത്രനാണ്, ധർമ്മരാജന്റെ പുത്രൻ. അപ്പൊ നമ്മളാണ് ശരിക്കും ആര്? ധർമ്മരാജന്റെ പുത്രൻ. സ്വയം ഭഗവാനാകുന്ന ധർമ്മരാജന്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല ധാരണകൾ വേണം. ആ ധാരണ തെറ്റിയാൽ അത് കർമ്മത്തിൽ കണക്കായി മാറും. ആ കർമ്മക്കണക്കനുസരിച്ച് ന്യായയുക്തമായി ഫലവും കിട്ടും. ഇവിടെ ശിവബാബയ്ക്ക് ആരോടും ഒരു തരത്തിലും സത്കോണമില്ല. ഭഗവാൻ കരുണാസാഗരനാണ്, ദയാസാഗരൻ, മേഴ്സിഫുൾ ആണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ ഒരു ഭാവത്തിലേക്ക് വരുമ്പോൾ അതിലൊന്നും പ്രസക്തിയില്ല. പിന്നെ ശിവബാബയുടെ മറ്റു മഹിമയാണ് ഗസ്റ്റ് ഓഫ് ഓണർ. ഗസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയുമ്പോഴത്തേക്കും അത് എല്ലാവരാലും വന്ദിക്കപ്പെടുന്ന ആള്. നമുക്കറിയാം, മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ ഗവർണർ വരുന്നു.
എന്തായിരിക്കും ആ സമയത്ത് അവിടുത്തെ ആ പ്രത്യേകതകൾ? സാധാരണ മന്ത്രിയോ MLA വരുന്ന പോലെയല്ല പുള്ളി വരുന്നത്. അതുകൊണ്ട് ഗസ്റ്റ് ഓഫ് ഓണറാണ്. ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് അതേ ബഹുമാനങ്ങളെല്ലാം കൊടുക്കണം. ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ മന്ത്രിമാരെ വിളിക്കാറുണ്ട്, MLA വിളിക്കാറുണ്ട്, പഞ്ചായത്തുകൾ വിളിക്കാറുണ്ട്, വാർഡ് മെമ്പറെ വിളിക്കാറുണ്ട്, എല്ലാവരെയും വിളിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് ഗവർണറെ ക്ഷണിച്ചാലോ? അപ്പൊ നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ആയിരിക്കണമെന്ന് അവർ തീരുമാനിക്കും, നമ്മളല്ല തീരുമാനിക്കണം. അവർ നേരത്തെ ലിസ്റ്റിംഗ് ഇട്ട് തരും, ഇത്ര സമയത്തിന് മുമ്പേ എല്ലാവരും ഹാളിൽ കയറിക്കൊള്ളണം, പിന്നെ ഹാളിൽ ആൾ കയറാൻ പറ്റില്ല, വഴിയെല്ലാം ബ്ലോക്ക് ചെയ്യും, ഇത്ര സമയത്തിന് മുമ്പേ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യും, എല്ലാം കറക്റ്റാക്കി വെക്കണം. കാരണം പിന്നെ ഗവർണർ വന്നു കയറി ഫംഗ്ഷൻ കഴിയുന്നു, സെക്കൻഡ് പുറത്തു പോയി, അവിടെ ഇരിക്കത്തില്ല. എല്ലാം വല്ല സമയം വരെ നോക്കും, ഒരാള് ഇത്ര മിനിറ്റ് പ്രസംഗിക്കണം, അങ്ങനെ എല്ലാത്തിനും ടൈം വെച്ച് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന് പോലും വ്യത്യാസം പറ്റാൻ റോയലായിട്ടാണ് വരുന്നത്. अगर गेस्ट ऑफ ऑनर में अर्थ हुआ बड़ी महिमा वाला मेहमान दूरदेश आते हैं, വളരെ ഓണറബിൾ ആയിട്ടുള്ള എക്സലൻസി ആയിട്ടുള്ള അത് സാധാരണ പറയുമ്പോൾ ബഹുമാനപ്പെട്ട പരമാദരണീയനായ മുഖ്യമന്ത്രി എന്നൊക്കെ തന്നെ പ്രസംഗിക്കുക. പക്ഷെ നമ്മുടെ വലിയ ആളുകൾ വരുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും പറയാറില്ല. ഒരുത്ത ഗവർണർ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സാധാരണ പഞ്ചായത്ത് മെമ്പറോ മന്ത്രിയൊക്കെ ഇരിക്കുമ്പോൾ പരമാദരണീയനായ മുഖ്യമന്ത്രി, അല്ലെ ആദരണീയനായ പ്രധാനമന്ത്രി എന്നൊക്കെയുള്ള ആദരണീയ, പരമാദരണീയ ഈ വാക്ക് യൂസ് ചെയ്യാറുള്ളൂ. പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണർക്ക് എക്സലൻസി അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കണം. അനൗൺസ് ചെയ്യുന്നൊക്കെ അറിയാൻ പറ്റും. അനൗൺസ് ചെയ്യുന്ന അദ്ദേഹത്തിന് സംബോധന ചെയ്യുന്ന വാക്കുകളെല്ലാം റോയൽ ടേംസ് ആണ് ഉപയോഗിക്കുക. എന്തുകൊണ്ട്? ഗസ്റ്റ് ഓഫ് ഓണർ, നമ്മുടെ ഗസ്റ്റ് ആണ്, അത്രയും ഓണറബിൾ ആയിട്ടുള്ള ആള്. ഓണറബിൾ ചീഫ് മിനിസ്റ്റർ കേട്ടില്ല? ഓണറബിൾ ചീഫ് മിനിസ്റ്റർ, ഓണറബിൾ പ്രൈം മിനിസ്റ്റർ, അവർക്ക് എന്ത് ചെയ്യണം? അത്രയും ഉയർന്ന ബഹുമതി സ്ഥാനമാനങ്ങൾ കൊടുക്കണം, റെസ്പെക്ട് കൊടുക്കണം. ശിവബാബയാണ് ഗസ്റ്റ് ഓഫ് ഓണർ, വളരെയേറെ മഹിമയുള്ള ആളാണ്. വളരെ ദൂരദേശത്ത് നമ്മുടെ അതിഥിയായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെ സ്വീകരിക്കണം ശിവബാബയെ? എപ്പോഴും പറയാറുണ്ട്, ഞാൻ തികച്ചും സാധാരണമാണ്, അല്ലെ, ഞാൻ സാധാരണ രൂപത്തിലാണ് വരുന്നത്, പക്ഷെ ആരും എന്നെ അറിയുന്നില്ല, വേണ്ടത്ര ഗസ്റ്റ് ഓഫ് ഓണർ കിട്ടാറില്ല. കാര്യം ചെയ്യുന്നു, ആളുകളെന്ന് നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ, ഭഗവാന്റെ യഥാർത്ഥ മഹത്വം എന്താണ്, മഹിമ എന്താണെന്ന് അറിയാത്ത ആളുകള് ഭഗവാനെ പിന്നെയും പുച്ഛിച്ചുകൊണ്ടിരിക്കും. ശ്രീമദ് ഭഗവത്ഗീതയിലും അത് ഭഗവാൻ വ്യക്തമായി പറയുന്നു. ഞാൻ സാധാരണ പ്രകൃതിയെ ആധാരമായി എടുക്കും, പ്രകൃതിയെ, അത് ശരീരത്തിന്, പ്രകൃതിയെ ആധാരമായെടുക്കുമ്പോൾ മൂഢമതികൾ എന്നെ തിരിച്ചറിയില്ല, മൂഢന്മാർ എന്നെ തിരിച്ചറിയില്ല. ഇത് സാധാരണ മനുഷ്യനെന്ന് കണ്ട് ഞാൻ വെറും സാധാരണ മനുഷ്യ ശരീരത്തിലാണ്. അപ്പൊ ആളുകൾ നോക്കുമ്പോൾ മനുഷ്യന്റെ ശരീരമേ കാണുന്നുള്ളൂ, അതിനകത്തിരിക്കുന്ന പരമാത്മാവിനെ കാണുന്നുമില്ല. അപ്പൊ സാധാരണ മനുഷ്യനെന്ന് കണ്ട് അവർ എന്നെ പരിഹസിക്കും. ആ ഗസ്റ്റ് ഓഫ് ഓണർ തരില്ല, അവർക്ക് എന്നെ മനസ്സിലാകില്ല. ഇതാണ് ശിവബാബയുടെ പ്രധാനപ്പെട്ട 32 മഹിമകള്. അപ്പൊ ഈ ഓരോരോ മഹിമകള് ഓരോ ദിവസം നമ്മൾ യോഗം ചെയ്യുമ്പോൾ എടുത്ത് ആ മഹിമയെ മനനം ചെയ്യും. ഇനിയുണ്ട്, നമുക്ക് കട്ട് ഷോർട്ടായിട്ട് 36 നമ്പർ പറഞ്ഞേ ഉള്ളൂ. ഇനിയും ധാരാളം മഹിമകൾ. അപ്പൊ ഇതേപോലെ ഓരോ മഹിമകൾ പറയുമ്പോഴും ആ മഹിമയ്ക്ക് അടിസ്ഥാനം എന്താണ്, ആ മഹിമയുടെ ആധാരം എന്താണ്, എന്തുകൊണ്ട് ശിവബാബയ്ക്ക് ആ മഹിമ കിട്ടി എന്നുകൂടി മനനം ചെയ്തുകൊണ്ട് ആ മഹിമയെ ഓർമ്മിക്കുമ്പോൾ അതാണ് ശരിക്കുള്ള മഹിമ. അതിന്റെ ചുണ്ടെന്ന് വലിയ വാക്കുമായിട്ട് ഇപ്പം ശിവബാബയുടെ അച്ഛനാണ്, ഇതിപ്പോ എന്താ കാര്യം? ആ അച്ഛനെ അനുഭവിക്കണ്ടേ, എക്സ്പീരിയൻസ് വേണ്ടേ? ആ എക്സ്പീരിയൻസ് ഇല്ലാതെ ചുണ്ടുകൊണ്ട് ശിവബാബയുടെ അച്ഛനാണ് എന്താ കാര്യം? ശിവബാബയുടെ കൂട്ടുകാരൻ, എന്ത് കൂട്ടുകാരനാണെന്ന് പറയുന്നത്? അപ്പൊ ആ സുഹൃത്ത് ബന്ധത്തിന്റെ സ്നേഹം, ആ സുഹൃത്ത് ബന്ധത്തിന്റെ ഊഷ്മളത, ആ സുഹൃത്ത് ബന്ധത്തിന്റെ സമീപത, സാമീപ്യം, തുല്യത, ഇതെല്ലാം ശരിക്കും ഫീൽ ചെയ്യും. അപ്പൊ ഫീൽ ചെയ്തുകൊണ്ടുള്ള യോഗ, അതാണ് എക്സ്പീരിയൻസ് ബേസ്ഡ് മെഡിറ്റേഷൻ, അനുഭവയുക്തമായ യോഗം. വെറുതെ യോഗ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, യോഗം ചെയ്യുന്നവർക്ക് അനുഭവം ഉണ്ടാകണം. ആ അനുഭൂതി, അനുഭവയുക്തമെന്നോ അനുഭൂതിയെന്നോ അത് ഓരോരോ പേരുകൾ നമുക്ക് പറയാം. ഇതാണ്
നമ്മൾ പഠിച്ചിരിക്കുന്ന പരംപിത പരമാത്മാവിന്റെ വ്യത്യസ്തമായ 32 റോൾസ്, വേരിയസ് റോൾസ് ഓഫ് സുപ്രീം സോൾ, 32 numbers. ഓക്കെ, ഓം ശാന്തി. मेरे बाबा तुझसे बंधी है मेरे मन की डोर, मेरे मन की डोर। जहाँ भी जाऊँ हर पल अब तो, जहाँ भी जाऊँ हर पल अब तो ध्यान है तेरी ओर। मेरे बाबा तुझसे बंधी है मेरे मन की डोर। नैनों में बसी तस्वीर तेरी दिल में है। ഓം ശാന്തി.